അപ്പോ ദേവകിയുടെയും വസുദേവരുടെയും 8ാമത്തെ പുത്രനായിട്ടാണ് ഭഗവാന് അവതരിക്കുന്നത്. ഉഗ്രസേന മഹാരാജാവിന്റെ പുത്രനായിരിക്കുന്ന കംസൻ ഉഗ്രസേന മഹാരാജാവിന്റെ കയ്യിൽ നിന്ന് രാജ്യഭാരമൊക്കെ ഏറ്റു. അതുകൊണ്ട് ഉഗ്രസേന മഹാരാജാവ് ഭരിച്ചപ്പോഴും കംസൻ ഭരിച്ചപ്പോഴും തമ്മിലുള്ള ഒരു വ്യത്യാസം. ഉഗ്രസേന മഹാരാജാവ് ഭരിച്ചപ്പോൾ ധർമ്മം നിലനിന്നിരുന്നു. കംസൻ ഭരിക്കാൻ തുടങ്ങിയപ്പം അധർമ്മം നിലനിന്നു. അതാണൊരു വ്യത്യാസം. അതുകൊണ്ട് എന്ത് പറ്റൂ, അധാർമികന്മാർ ഒരുപാട് വളർന്നു, ധർമ്മസ്ഥിതിക്ക് കോട്ടം വന്നു. സത്യവും ധർമ്മവും നീതിയും ഇല്ലാത്തവൻ നാട് ഭരിച്ചാൽ ആ നാട് അധോഗതിയിലേക്ക് പോകും. കാരണം എന്തെന്ന് ചോദിച്ചാൽ അവിടെ നീതിന്യായ വ്യവസ്ഥകൾ കൃത്യമായി നടക്കില്ല. കാരണം ഭരിക്കുന്നവൻ തന്നെ അധാർമികനാവുമ്പോൾ പ്രജകൾ അധാർമികരായാൽ അവരെ നിയന്ത്രിക്കാൻ സാധിക്കാതെ വരും. അതുകൊണ്ട് തന്നെ അധർമ്മം അവിടെ വർദ്ധിക്കും. ജനങ്ങൾക്ക് സ്വസ്ഥത ഇല്ലാതെയാവും. അവർ നിത്യദാരിദ്ര്യത്തിലേക്ക് പോകും. പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് പോയില്ല കംസൻ ഭരിച്ചപ്പോഴെങ്കിലും. അധർമ്മം വളരെ വർദ്ധിച്ചു. അതുകൊണ്ട് അധാർമികന്മാർ വളരെ അധികം ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായതുകൊണ്ട് എന്തു പറ്റി, ഭൂമി ദേവിക്ക് ഭാരമായി. ഭൂമി ദേവിക്ക് ഭാരമുണ്ടാക്കുന്ന ചില കാര്യങ്ങൾ, ഒന്ന് അധർമ്മം വർദ്ധിക്കുക, അധാർമികന്മാർ വർദ്ധിക്കുക എന്നുള്ളത് ഭൂമി ദേവിക്ക് ഭാരം ഉണ്ടാക്കും. അതുപോലെ മഹത് ഗ്രന്ഥങ്ങൾ പീഠമില്ലാതെ വെറും നിലത്ത് വെച്ചാൽ അത് ഭൂമി ദേവിക്ക് ഭാരമാണ്. പിന്നെ നിലവിളക്ക് വെറും നിലത്ത് വെച്ചാൽ അത് ഭൂമി ദേവിക്ക് ഭാരമുണ്ടാക്കും എന്നറിയാം. അതുപോലെ കർപ്പൂരം വെറും നിലത്ത് വെച്ച് കത്തിച്ചാൽ അതും ഭൂമി ദേവിക്ക് സങ്കടം ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ അധാർമികന്മാരധികം വർദ്ധിച്ചു കഴിഞ്ഞപ്പോ ഭൂമി ദേവി ഗോരൂപം ധരിച്ചിട്ട് ബ്രഹ്മദേവന്റെ അരികിൽ ചെന്നു സങ്കടം ഉണർത്തിച്ചു. പറഞ്ഞു, ബ്രഹ്മദേവ, ഒരു തരത്തിലും എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റണില്ല. അധാർമികന്മാർ അത്യധികമായിട്ട് വളരുന്നു. എങ്ങനെയെങ്കിലും അത് ഇല്ലാതാക്കിയില്ലെങ്കിൽ എന്റെ കാര്യം വളരെ കഷ്ടത്തിലാവും എന്ന് പറഞ്ഞു. ബ്രഹ്മദേവൻ പറഞ്ഞു, ഹേ ഭൂമിദേവി, അത് ഇവിടം കൊണ്ട് തീരുന്ന കേസല്ല. കാരണം ചെറിയ ചെറിയ കേസ് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. വലിയ വലിയ കേസൊന്നും എന്ത് ചെയ്യാറില്ല, ബ്രഹ്മദേവൻ എടുക്കാറില്ല. അതുകൊണ്ട് നമുക്ക് ഹൈക്കോർട്ടിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് നേരെ എവിടേക്ക് പോയി, കൈലാസത്തിലേക്ക് പോയി എന്ന് ആ മഹാദേവനെ കാണാം. മഹാദേവൻ പരാതിയൊക്കെ കേട്ടപ്പോ പറഞ്ഞു, ഇത് കുറച്ചുകൂടെ മുകളിലോട്ട് പോകണം, സുപ്രീം കോർട്ടിലോട്ട് പോകണം. അതുകൊണ്ട് നമുക്ക് എല്ലാവരും കൂടെ എന്ത് ചെയ്യാം, വൈകുണ്ഠത്തിലേക്ക് പോവാം, ആ നാരായണനോട് അവസ്ഥകളൊക്കെ പറയാം എന്ന് പറഞ്ഞിട്ട് മറ്റു ദേവന്മാരും ഭൂമി ദേവിയും എല്ലാവരും കൂടെ കൂടിയിട്ട് സാക്ഷാൽ നാരായണന്റെ അരികിൽ ചെന്നപ്പോ പുള്ളി നല്ല ഉറക്കത്തില്ല. ഏത് സമയം നോക്കിയാലും അദ്ദേഹത്തിനൊരു ഗുണമുണ്ട്, സുഖമായിട്ട് ഉറങ്ങാം. എന്താ കാര്യം എന്ന് വെച്ചാൽ ഒരു ഇതുമില്ല. സ്നേഹമയ്യായ ഭാര്യ കാല് തടവി കൊടുത്ത് ഇരിപ്പുണ്ട് അവിടെ. ആരാ? ലക്ഷ്മി ദേവി. അതുകൊണ്ട് ആ ഭാര്യ കാല് തടവി കൊടുക്കുമ്പം ഏതുറങ്ങാത്ത ഭർത്താവും ഏതുറങ്ങാത്ത ഭർത്താവും ഉറങ്ങും. എങ്ങനെയുള്ള ഭാര്യ കാല് തടവണം? ആ സ്നേഹമയ്യായ ഭാര്യ. നമ്മൾ കാലം തടവി കൊടുത്ത ഭർത്താവ് എന്ത് ചെയ്യും? എന്താ ചിരിച്ച്? നമ്മളാണ് ഭർത്താവിന്റെ കാല് കടന്നെങ്കിൽ ഭർത്താവ് എന്ത് ചെയ്യും? പിറ്റേ ദിവസം കാലേ നീരും വെച്ച് നടക്കും. എന്താ കാരണം? നമ്മൾ അമ്മാതിരി തടവ ഇല്ലേ? ഇനി ജീവിതകാലത്ത് അങ്ങനെ തടവ എന്നോട് പറയരുതെന്നും പറഞ്ഞു ഒരു തടവുണ്ട് ഇല്ലേ? ആ, ഞാൻ പറയും, വലിയ ഈ സെൻട്രൽ ജയിലിനേക്കാൾ വലിയ തടവ ഭാര്യമാരുടെ തടവെന്ന, അത്രയ്ക്ക് ഭീകരമായിരിക്കും. അപ്പൊ അതുകൊണ്ട് നാരായണനെ സംബന്ധിച്ച് നാരായണൻ നല്ല യോഗനിദ്ര എന്നാ പറയും. യോഗമായ ഭഗവാനെ ഭഗവാനോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് ഭഗവാൻ യോഗനിദ്രയിലായി പോകും. അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ഭഗവാന്
ആ യോഗനിദ്രയിൽ നിന്ന് ഉണർത്തണം. അതിന് പുരുഷ സൂക്തം ജപിച്ചുകൊണ്ട് ഭഗവാനെ യോഗനിദ്രയിൽ നിന്ന് ദേവന്മാരെല്ലാവരും കൂടി ഉണർത്തി. ഭഗവാൻ ചോദിച്ചു, എന്താ എല്ലാവരും കൂടി ഇങ്ങോട്ട് വരാണ്ടായ കാരണം എന്ന് ചോദിച്ചു. പറഞ്ഞു, ഭഗവാനെ അങ്ങേക്കെല്ലാം അറിയാം, എങ്കിലും അങ്ങിങ്ങനെ ചോദിച്ചത് കൊണ്ട് ഞാൻ പറയാം. എന്താണ്? എനിക്ക് അത്യധികമായ ഭാരം ഉണ്ടാവുന്നു. അത്യധികമായ ഭാരം ഞാൻ അനുഭവിക്കുന്നു ദുഷ്ടന്മാരെ കൊണ്ട്. അതുകൊണ്ട് ഈ ദുഷ്ടാന്മാരെ ഒന്ന് മാറ്റിയില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഭൂമിദേവിയുടെ വാക്ക് കേട്ടപ്പോ ഭഗവാൻ പറഞ്ഞു, വിഷമിക്കണ്ട, കാരണം ഭൂമിദേവി ഭഗവാന്റെ ഭാര്യയാണ്. ഭാര്യമാരിൽ ഒരാളാണ്. ഭഗവാന് 3 ഭാര്യമാര് പ്രധാനമായിട്ടുണ്ടെന്നാ പറയാം. ഒന്ന് ലക്ഷ്മി ദേവി, ഒന്ന് ഭൂമിദേവി, ഒന്ന് യമുനാദേവി. 3 പേരുടെ മടിയിലാണ് ഭഗവാൻ കിടക്കണമെന്ന്. കാല് ലക്ഷ്മി ദേവിയുടെ മടിയിലും തല ഭൂമിദേവിയുടെ മടിയിലും ഇടഭാഗം യമുനാ നദിയുടെ മടിയിലും, അങ്ങനെ 3 പേരുടെ മടിയിലായിട്ടാണ് ഭഗവാൻ കിടക്കുന്നത്. എന്തൊരു ഭാഗ്യമല്ലേ അല്ലേ? ഇങ്ങനെയുള്ള ഭാര്യമാരാണെ ഭർത്താക്കന്മാർക്കൊക്കെ എന്തൊരു സുഖമായിരുന്നു. നിങ്ങളാണെ സമ്മതിക്കുമോ? അതൊന്നും മിണ്ടുന്നില്ലല്ലോ. നിങ്ങൾ നിൽക്കുക, വേറെ ഒന്നിനെ കൂടെ കെട്ടാൻ നിങ്ങൾ സമ്മതിക്കുമോ? നമ്മുടെ പറയണ്ട ബാക്കി ഇല്ലേ? പക്ഷെ അങ്ങനെയുള്ള കുഴപ്പമൊന്നും ഇല്ലാന്നാണ്. എന്തായാലും അങ്ങനെ ഭഗവാന് പറഞ്ഞു, വിഷമിക്കണ്ട, ഞാന് എന്റെ ഭക്തയായിരിക്കുന്ന ദേവകീ ദേവിയുടെയും ഭക്തനായ വസുദേവന്റെയും പുത്രനായിട്ട് ഞാൻ ഭൂമിയിൽ അവതരിക്കും. അന്ന് ഈ ദുഷ്ടന്മാരെയൊക്കെ നിഗ്രഹിച്ചുകൊണ്ട് ഹേ ഭൂമിദേവി അവിടുത്തെ ക്ഷീണം തീർത്തു തരാം എന്ന് അനുഗ്രഹിച്ചു. അതിനുള്ള വേണ്ടതായ കാര്യങ്ങളൊക്കെ ഒരുങ്ങാൻ തുടങ്ങി. അങ്ങനെ വസുദേവരും ദേവകീ ദേവിയും തമ്മിലുള്ള വിവാഹമൊക്കെ നടക്കേണ്ടതുണ്ട്. ഈ കംസന്റെ ഭരണത്തിൽ അത്യധികം ദുഃഖിതനായ വസുദേവർ ഈ കംസനോട് യുദ്ധം ചെയ്തൊന്നും ജയിക്കാൻ സാധ്യമാവില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഏത് വിധത്തിലാണ് ഈ കംസനുമായിട്ടൊന്ന് പൊരുത്തപ്പെട്ടു പോവുക എന്ന് ചിന്തിച്ചു. അപ്പൊ നോക്കിയപ്പോ ഉഗ്രസേന മഹാരാജാവിന്റെ സഹോദരനായിരിക്കുന്ന ദേവകൻ, അദ്ദേഹത്തിന്റെ പുത്രിമാരിൽ സുന്ദരിയും സുശീലയും സദ്ഗുണസമ്പന്നയുമായ ദേവകീദേവി യൗവനയുക്തയാണ്, വിവാഹ സമയമൊക്കെ അടുത്ത് നിൽക്കുന്ന ആളാണെന്ന് മനസ്സിലായി. ഇവിടെയാണോ അതോ എണ്ണയ്ക്കകത്താണോ? വിളക്കിനകത്ത് തന്നെ ആണോ എണ്ണ വീഴുന്നേ, അതോ നോക്കിക്കോണം, താഴെ പോകുന്നുണ്ട് പറയണം. അതുകൊണ്ട് അപ്പോ ഈ കംസന് സഹോദരിമാരുണ്ട്, കംസവതിയെ പോലുള്ളവരൊക്കെ ഉണ്ടെങ്കിലും ഈ കംസന് അത്യധികമായ ഒരു സ്നേഹം ഈ ദേവകിയോടുണ്ട്. എന്തെന്നില്ലാത്ത ഒരു സ്നേഹം. എന്താ കാരണം എന്ന് ചോദിച്ചാൽ അറിയില്ല, അത് ഭഗവാൻ ഇച്ഛയാവാം. തന്റെ കൊച്ചച്ഛന്റെ മകളായ ദേവകിയോടാണ് കംസന് കുറച്ചൊരു പ്രിയം കൂടുതൽ. അതുകൊണ്ട് ദേവകീ ദേവി എന്ത് പറഞ്ഞാലും അത് മുഴുവൻ സാധിച്ചു കൊടുക്കുന്ന ഒരു സ്വഭാവം കംസനുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് ഈ വസുദേവര് വിവാഹ ആലോചനയ്ക്ക് വേണ്ടി ചെന്നു. ഗർഗഭാഗവത്തിൽ പറയും, ഗർഗമുനിയാണ് ചെന്ന് ഉഗ്രസേന മഹാരാജാവിനോടും കംസനോടും ഒക്കെ ഈ കാര്യം പറഞ്ഞത്. ഇങ്ങനെ
വസുദേവർക്ക് വിവാഹം കഴിച്ചു കൊടുക്കണം ദേവകിയെ എന്ന് പറയും. എന്തായാലും വിവാഹമൊക്കെ ആലോചിച്ചു. കംസനൊക്കെ സന്തോഷമായി. കാരണം ഉഗ്രസേനൻ വസുദേവര എന്ന് പറയുന്നത് സ്വഭാവം കൊണ്ട് സദ്ഗുണ സമ്പന്നനാണ്. കാരണം കംസന് നേരത്തെ അറിയാം ആളിനെ. നല്ല സ്വഭാവമുള്ള ആളാണ്, യാതൊരു വിധമായ കുഴപ്പവുമില്ല. അതുകൊണ്ട് തന്റെ സഹോദരിയായിരിക്കുന്ന ദേവകിയെ വിവാഹം കഴിച്ചു കൊടുക്കുന്നതിന് ഒരു മടിയും കംസന് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ വിവാഹത്തിന് വേണ്ടതായ ഒരുക്കങ്ങളൊക്കെ ചെയ്തു. ഭംഗിയായ രീതിയിൽ വിവാഹമൊക്കെ നടത്തി. സ്ത്രീധനമൊക്കെ കൊടുത്തു. എഴുത്തച്ഛൻ പറയുന്നുണ്ട്, 400 ആനകൾ പൊന്നണിഞ്ഞ് 27,000 അശ്വം, 14,000 കുതിര, 1000 തേര്, 10,000 കാലാള്, 200 ദാസികള്, 16,000 പശുക്കള്, പിന്നെ നല്ല ചാരുവർണ്ണങ്ങളായ പാത്രങ്ങൾ പലവിധം, പിന്നെ കിടക്കാനും ഇരിക്കാനും ഒക്കെ ഉള്ള കട്ടിലും സോഫയും ദിവാൻ കോട്ടും ഒക്കെ കൊടുത്തു. വസുദേവർ അതെല്ലാം സ്വീകരിച്ചു. എന്തിനു വേണ്ടിയിട്ട്? ഭാര്യയ്ക്ക് കിട്ടിയ മുതലായതുകൊണ്ട് സ്വീകരിച്ചു. ഇല്ലേ? അങ്ങനെയല്ലേ സ്ത്രീധനം കൊടുക്കണ്ടേ? കല്യാണം കഴിച്ചാൽ സ്ത്രീധനം കൊടുക്കണ്ടേ? കല്യാണം കഴിച്ചാൽ സ്ത്രീധനം കൊടുക്കണ്ടേ? കൊടുക്കണം. ഇഷ്ടമുള്ളവരോട് ഇറങ്ങിപ്പോയാലോ കൊടുക്കണ്ട, അല്ലേ? ആണോ അല്ലേ? അതൊന്നും മിണ്ടണില്ലല്ലോ നിങ്ങള്. കൊടുക്കണോ വേണ്ടയോ? കൊടുക്കണോ വേണ്ടയോ? ഇഷ്ടപ്പെട്ടവന്റെ കൂടെ ഇറങ്ങിപ്പോയാൽ വീതം കൊടുക്കണോ വേണ്ടയോ? കൊടുക്കണോ? അത് പിന്നെ കൊടുത്താ മതി. ഇത് കയ്യോടെ കൊടുക്കണം. അതാ തമ്മിലുള്ള വ്യത്യാസം അല്ലേ? അപ്പൊ അന്നേരം ഈ സ്ത്രീധനം എന്ന് പറഞ്ഞാൽ എന്താ? ഈ സ്ത്രീധനം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? എന്താ നിങ്ങളുടെ അഭിപ്രായം? സ്ത്രീധനം എന്ന് പറഞ്ഞാൽ എന്താന്ന്? സ്ത്രീധനം അങ്ങനെ പണ്ടായിരുന്നു, സ്ത്രീധനമൊക്കെ അമ്പട. ഇപ്പൊ അതൊന്നും പറയാൻ പറ്റൂല. എന്താ ഈ സ്ത്രീധനം എന്ന് പറഞ്ഞ അർത്ഥം? അല്ലെ, എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കണേ? നിങ്ങളൊക്കെ മേടിച്ചിട്ടുള്ളതല്ലേ? അല്ലേ? ആ മക്കളെയൊക്കെ കെട്ടിച്ചപ്പോ മേടിച്ചതല്ലേ? സ്ത്രീധനം എന്ന് പറഞ്ഞാല് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചയക്കുമ്പോ അവരുടെ വീട്ടുകാരുടെ അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ട് നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടു കൂടി എന്താണോ കൊടുക്കുന്നത് അതാണ് സ്ത്രീധനം. നമ്മളിപ്പോ സ്ത്രീധനം ഒന്നും ചോദിക്കാറില്ല. ആവുമോ? ഉണ്ടോ? നിങ്ങളുടെ കൊച്ച് എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ, ഞങ്ങൾക്ക് കൊച്ചിനെ മാത്രം മതി. പിന്നെ പറയുമ്പോ എല്ലാം പറയണമല്ലോ. എന്റെ മൂത്ത മകൻ കെട്ടിയത് 250 പവനും 25 ലക്ഷം രൂപയും മേടിച്ച. ഞങ്ങളുടെ മോളെ കെട്ടിച്ചു വിട്ടതും അതുപോലെ മാന്യമായിട്ട് കൊടുത്തത്. എന്ന് വെച്ചാൽ ഞങ്ങൾക്കൊന്നും ഇല്ല കേട്ടോ, ഇനി ഒന്നും തന്നില്ലേലും ഞങ്ങൾ കൊച്ചിനെയും കൊണ്ട് ഇപ്പൊ നമ്മൾ സ്ത്രീധനം ചോദിച്ചോ? ഇല്ല. നമ്മളങ്ങനെ ഇങ്ങനെ പറഞ്ഞ് മേടിക്കുമ്പോ ഒരു കാര്യം ഓർത്തോണം, പിറ്റേ ദിവസം അവള് ചെറുക്കനെയും കൊണ്ട് അങ്ങ് പോവും. എന്താ കാര്യം? കണക്ക് പറഞ്ഞ് കാശ് മേടിച്ച് ചെറുക്കനെ നമ്മൾ വിറ്റതാ. വിറ്റ സാധനം ആർക്കുള്ളതാ? മേടിച്ചവർക്കുള്ളതാ. അവര് കൊണ്ടുപോകുമ്പോൾ കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അവള് പരമാവധി എന്ത് മേടിക്കാതിരിക്കുക? സ്ത്രീധനം മേടിക്കാതിരുന്നാൽ അതാ ഏറ്റവും നല്ലത്. മനസ്സിലായോ? എന്നൊക്കെ പറയാം. പിന്നെ കല്യാണ ചെലവൊക്കെ ആരും നോക്കൂ. നമ്മളുടേത് കൊണ്ടുവന്നിട്ട് കുടുംബം കഴിയാം, വസ്തു മേടിക്കാൻ, വീട് വെക്കാന്ന് പറഞ്ഞ് ഒരിക്കലും കെട്ടാൻ പോകരുത്. സ്വന്തമായിട്ട് അധ്വാനിച്ച് ഇനിയിപ്പോ നാളെ ഭഗവാൻ അറിയും 16,000 എണ്ണത്തിലേക്ക് കൊണ്ടുവന്നു.
ആ 16,000 എണ്ണത്തിനെ കൊണ്ടതിനും 16,000 എണ്ണത്തിനും താമസിക്കാൻ വേണ്ടതായ എല്ലാ സംവിധാനവും ഒരുക്കിയിട്ട് ആ ഭഗവാൻ കല്യാണം കഴിക്കാൻ പോയത്. നമ്മളോ അവിടെ സ്ത്രീധനം കിട്ടിയിട്ട് നമുക്ക് വീട് വെക്കാന്ന് പറഞ്ഞിരിക്കുന്നവരാ. അതാ വ്യത്യാസം. ശരിയല്ലേ ഞാൻ പറഞ്ഞേ? അപ്പൊ അതുകൊണ്ട് സ്ത്രീധനം മേടിക്കുമ്പോൾ സൂക്ഷിച്ചോളൂ. ഇപ്പൊ നിയമപരമായിട്ടും പ്രശ്നമാണ്. എന്തായാലും ഇവിടെ വസുദേവര് ഉഗ്രസേനൻ ഭംഗിയായിട്ട് കൊടുത്തു. അതിന്റെ കൂടി ഇതൊന്നും പോരാന്ന് തോന്നിയിട്ട് 12 ഭാരം 12 ഭാരം പൊന്ന് നൽകുന്ന ഈ ഉള്ളവന്റെ അറിവിൽ ഒരു ഭാരം എന്ന് പറയുന്നത് 16 കിലോയോ മറ്റോ. അപ്പൊ ഒരു കാര്യം ചെയ്തോളാം, ഇന്ന് ഉച്ച കഴിഞ്ഞ് ഊണും കഴിഞ്ഞ് പോയിരുന്ന കണക്ക് കൂട്ടുക. മൊത്തം എത്ര പവനുണ്ടെന്ന് വൈകുന്നേരം എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്ററെ കൂട്ടരുത്, എഴുതി കൂട്ടണം കേട്ടോ. 12 ഭാരം പൊന്ന്. ഇപ്പൊ എത്ര പവനുണ്ടെന്ന് കണക്കൂട്ടിട്ട് വൈകുന്നേരം വരും പറയണം. അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെ കൊടുത്തതെല്ലാം വാങ്ങിക്കൊണ്ടുപോയി. തന്റെ സഹോദരി, പ്രിയപ്പെട്ട സഹോദരിയാണ്, അതുകൊണ്ട് പോകുന്ന വഴിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത് എന്ന് കരുതിയിട്ട് സ്വന്തം തേരിൽ കംസൻ തന്നെ തേരാളിയായിരുന്നു കൊണ്ട് തന്റെ സ്വർണ്ണ തേരില് ദേവകിയെയും വസുദേവരെയും കൂടെ വസുദേവരുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുപോയി. വെറുതെ ഒന്നുമല്ല കൊണ്ടുപോയത്. തന്റെ സഹോദരിക്ക് ഒരു വിഷമം ഉണ്ടാവാതെ ഇരിക്കണം, ഇവിടുന്ന് വേറൊരിടത്തോട്ട് പോവാണെന്നുള്ള തോന്നലൊന്നും ഉണ്ടാവരുത്, അങ്ങനെ മാനസികമായ ഒരു വിഷമം ഉണ്ടാവാതിരിക്കാനായിട്ട് മുൻപിൽ ആട്ടവും പാട്ടും ഒക്കെ ഉണ്ടാവും. അപ്പൊ പിന്നെ പെൺപിള്ളേർക്കൊന്നും ഒരു വിഷമവും ഇല്ല, എവിടെ പോയാലും ഉണ്ടാവും. എന്താ പണ്ട് കാലത്ത് പെണ്ണ് കാണാൻ വരുമ്പം പെണ്ണെന്ത് ചെയ്യായിരുന്നു? ചെറുക്കൻ പെണ്ണിനായിട്ട് ഇങ്ങനെ പെണ്ണവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്, എന്തായിരിക്കും പെണ്ണ് ചെയ്തോണ്ടിരുന്നത്? കാലുകൊണ്ട് എന്തോ ചെയ്യുമായിരുന്നു? വരച്ചിട്ടില്ലേ? റാന്ന് വരയ്ക്കുമായിരുന്നു അല്ലേ? ഇപ്പൊ പെണ്ണ് കാണാൻ ചെല്ലുന്ന ചെറുക്കൻ അവിടെ നിന്നോണ്ട് എന്ത് ചെയ്യും? പെണ്ണ് നോക്കുമ്പം ഇട്ടാന്ന് വരയ്ക്കും അല്ലെ? കാലം മാറിപ്പോയി. ഇപ്പൊ ഇന്റർവ്യൂ ഒക്കെ നടത്തി വേണമെങ്കിൽ ഒരു 6 മാസം ഒന്നിച്ച് ജീവിച്ചിട്ട് നമുക്ക് പറ്റുന്നവനാണെന്ന് തോന്നിയാൽ വിവാഹം കഴിക്കാം, അല്ലെങ്കിൽ ടാറ്റ പറഞ്ഞു പോവാം. കാലം പോയപ്പോക്കെ ലിവിങ് ടുഗദർ എന്ന ഇപ്പൊ ഒരുപാട് പെൺപിള്ളേർ പറയുന്നുണ്ട് കല്യാണം വേണ്ടാന്ന്, ആൺപിള്ളേരും പറയുന്നുണ്ട് കല്യാണം വേണ്ടാന്ന്. സ്വാതന്ത്ര്യം നഷ്ടപ്പെടും എന്നാണ് അവരുടെ അഭിപ്രായം. അങ്ങനെ തോന്നുന്നുണ്ടോ? കല്യാണം കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമോ? ഒരിക്കലും ഇല്ല. അവരവർക്കുള്ള സ്വാതന്ത്ര്യം എപ്പോഴും അവരവർക്കുണ്ട്. പക്ഷെ അതിനെ വിനിയോഗിക്കേണ്ട രീതിയിലേ വിനിയോഗിക്കാവൂ. അമിതമായ സ്വാതന്ത്ര്യം വിനിയോഗിക്കാൻ പാടില്ല. അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെ പോയി. അങ്ങനെ യാത്ര ചെയ്യുന്ന കുറച്ച് ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഒരു അശരീരി കേട്ടു. എന്താണ് അശരീരി? ഹേ കംസ, നിന്റെ സഹോദരിയായിരിക്കുന്ന ദേവകീ ദേവിക്ക് ഉണ്ടാവാൻ പോകുന്ന 8ാമത്തെ പുത്രൻ നിന്റെ ഘാതകനായിട്ട് തീരും എന്നൊരു അശരീരി കേട്ടു. 1-2 രൂപ കേട്ടപ്പോ കംസന് അത്ര വലിയതും തോന്നില്ല. കാരണം വെച്ചാൽ തത്രയും ശക്തനായ 10,000 ആനയുടെ ശക്തിയുണ്ട് കംസന്. കുവലയാപീഠം എന്ന് പറയുന്ന ആനയെ കൊമ്പ് കുത്തിച്ചവനാണ് കംസൻ. അത് കണ്ട് സന്തോഷപ്പെട്ട ജരാസന്ധൻ തന്റെ 2 പുത്രിമാരെ ഒന്നിച്ച് കല്യാണം കഴിച്ചു കൊടുത്തു. അസ്ഥിയും പ്രാപ്തിയും 2 പേരും വിവാഹം കഴിച്ചു കൊടുത്തു. സ്ത്രീധനമായിട്ട് കുവലയാപീഠത്തെയും കൊടുത്തു. അത്ര ഗംഭീരനാണ് കംസൻ. കൊണ്ട് തന്നെ കൊല്ലാൻ പറ്റുന്ന ഒരാളിപ്പം ഉടനെ ഒന്നും ഉണ്ടാവുമെന്നൊരു ഇതൊന്നും ചിന്തിച്ചില്ല. പക്ഷേ 3-4 രൂപ കേട്ട് കഴിഞ്ഞപ്പോ കംസന് മുന്നിൽ ചെറിയൊരു ഭയം ഉണ്ടായി. ഇനി അങ്ങനെ കാണാൻ സംഭവിച്ചാലോ? വേഗം തന്നെ തേരവിടെ പിടിച്ചു നിർത്തി. ചാടി എഴുന്നേറ്റു. പുറകിലിരുന്ന് തന്റെ സഹോദരിയായ ദേവകി ദേവിയുടെ മുട്ടിക്കെല്ലാം കൂടെ അങ്ങോട്ട് ചുറ്റിപ്പിടിച്ച് തന്റെ ഉറയിലുണ്ടായിരുന്ന വാള് വലിച്ചൂരി വെട്ടാനായിട്ടൊരുങ്ങി. വേഗം വസുദേവര കയ്യിൽ ആയുധമൊന്നുമില്ലെങ്കിലും വേഗം തന്നെ കംസന്റെ കൈക്ക് കയറി പിടിച്ചു. ഒരു ഭർത്താവിന്റെ ധർമ്മമാണ് തന്നെ വിശ്വസിച്ച് തന്റെ കൂടെ വരുന്നവളെ ഏതവസ്ഥയിലും രക്ഷിക്കുക എന്നുള്ളത്. അത് ഭർത്തൃധർമ്മം. ഇനി ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതുവരെ കംസൻ എങ്ങനെയായിരുന്നു ദേവകിയോടെ? ഇഷ്ടമായ ഭയങ്കര സ്നേഹമായിരുന്നില്ലേ?
എന്ത് പറഞ്ഞാലും സാധിച്ചു കൊടുക്കണം. ഇപ്പൊ ആ സ്നേഹം എവിടെ പോയി? ഇതല്ലേ നമ്മുടെ ഉള്ളും? നമ്മളും ഇത് തന്നെയല്ലേ? ആണോ അല്ലേ? സത്യത്തിൽ നമുക്ക് ആരോടെങ്കിലും സ്നേഹമുണ്ടോ? ഉണ്ടോ? ഉണ്ടോന്നും മിണ്ടുന്നില്ല. നമുക്ക് ആരോടെങ്കിലും സ്നേഹമുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ? ആരോട്? നമുക്ക് ആരോടും ഒരു സ്നേഹവും ഇല്ല. ഭഗവാനോടോ? കാര്യം കാണാനാ ഭഗവാനെ സ്നേഹിക്കുന്നത്, അല്ല വേറൊന്നിനല്ല. അത് കാര്യം സാധിച്ചു തരാതിരിക്കട്ടെ, അന്നേരം അറിയാം അങ്ങേരോട് സ്നേഹമുണ്ടോ ഇല്ലയോ എന്ന്. ലിസ്റ്റ് കൊണ്ട് കൊടുക്കുമ്പം ലിസ്റ്റ് ഇല്ലാത്ത കേസൊക്കെ നമുക്ക് ക്ലിയർ ആക്കി തരുന്നതുകൊണ്ടാണ് നമുക്ക് ഭഗവാനോട് സ്നേഹം, അല്ലേ ഭഗവതിയുടെ സ്നേഹം, ഇല്ലേ? ഇവിടെ വന്നിപ്പോ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ നടക്കാതെ വരട്ടെ, അന്നേരം അറിയാം സ്നേഹം ഉണ്ടോ ഇല്ലയോ എന്ന്. ഞാൻ പറയുന്ന ഭഗവാനെ സ്നേഹിക്കുകയേ ചെയ്യരുത്. പിന്നെന്ത് ചെയ്യാവോ? പ്രേമിക്കുകയാവോ? ഭർത്താവിനെ സ്നേഹിക്കരുത്. പിന്നെയോ? എന്താണ്? അതല്ലേ അങ്ങ് വന്നേക്കണം ആണോ? ഭർത്താവിനെ പ്രേമിക്കണം. എന്താ ഈ പ്രേമോ സ്നേഹം തമ്മിലുള്ള വ്യത്യാസം? ഈ വയസ്സാം കാലത്ത് പ്രേമിക്കാൻ പോകുന്നു. എന്താ ഈ പ്രേമവും സ്നേഹം തമ്മിലുള്ള വ്യത്യാസം? പ്രേമം എന്ന് പറയുന്നത് ഒരിക്കലും നിലയ്ക്കാത്ത ഒന്നാണ്. സ്നേഹം ഇടയ്ക്ക് ബ്രേക്ക് വരും. സ്നേഹത്തിന് ഗീവ് ആൻഡ് ടേക്സ് അല്ലെങ്കിൽ എഗ്രിമെന്റ്സ് ഉണ്ട്. പ്രേമത്തിന് എഗ്രിമെന്റ്സ് ഇല്ല. കാമുകനും കാമുകിയും കൂടിയുള്ളത് സ്നേഹമാണ്, അല്ലേ? ആണോ? കുറെ കഴിയുമ്പോൾ രണ്ടുപേരുടെ എന്താവും? ബ്രേക്ക് അപ്പാവും. അവനെന്തോ പറയും? അവൾ എന്നെ ഇഷ്ടം ഇട്ടു എന്ന് പറയും, അല്ലേ? ഇപ്പൊ പിള്ളേർ വേണം കേട്ടില്ലേ? നിങ്ങളിതൊന്നും കേട്ടില്ലേ? നിങ്ങൾ ഈ മുക്കടക്കാരിതൊന്നും കേട്ടിട്ടില്ലേ? എന്തോ മനുഷ്യരാടാ നിങ്ങൾ. ഈ ഭൂലോകത്തിലൊന്നും വലിയ ജീവിതം. ആദ്യമായിട്ട് കേൾക്കുന്നതല്ല കണ്ണുകിട്ടിയിരിക്കുന്നേ. പ്രേമമൊന്നും കേട്ടിട്ടില്ല, സ്നേഹമൊന്നും കേട്ടിട്ടില്ല, തേപ്പൊന്നും കേട്ടിട്ടില്ല. എന്തോ മനുഷ്യരാണ്. എന്താന്ന് വല്ലപ്പോഴും ഇവിടുന്ന് ഇറങ്ങി ഒന്ന് കേൾക്കണേ ഇതൊക്കെ, കേട്ടോ? എന്താ ചെയ്യാൻ നാരായണ? ഇങ്ങനെ മിണ്ടാപ്രാണികളുണ്ടോ ഇവിടുത്തെ? ഒരെണ്ണത്തിനോട് എന്തോ ചോദിച്ചാലും ഞങ്ങളെല്ലാം കൂടെ 7-ാം ദിവസം പറയാൻ വെച്ചേക്കുവാ നിന്നെ, അല്ലേ? പറഞ്ഞിപ്പോഴേ തീർക്കണ്ടല്ലോ എന്ന് വിചാരിച്ചായിരിക്കും. ആണോ? പോട്ടെ. എന്തായാലും അങ്ങനെ വസുദേവന് കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, ഹേ കംസ, ദേവകി നിന്നെ വധിക്കും എന്നല്ലല്ലോ പറഞ്ഞത്. അവൾക്കുണ്ടാവാൻ പോകുന്ന 8ാമത്തെ പുത്രൻ വധിക്കും എന്ന് പറഞ്ഞതിന് ഇവളെ കൊല്ലുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ അശരീരി സത്യമാവണമെന്ന് എന്താ ഉറപ്പ്? ചിലപ്പോ നിന്റെ ശത്രുക്കൾ ആരെങ്കിലും നിന്നെ പറ്റിക്കാൻ വേണ്ടി പറയണതാണെങ്കിലോ? ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചാൽ അവൾക്ക് സന്തതി ഉണ്ടാവുന്ന എന്താ ഉറപ്പ്? ഉണ്ടായാൽ തന്നെ 8 എണ്ണം ഉണ്ടാവുന്ന എന്താ ഉറപ്പ്? ഇങ്ങനെ ഒരു ഉറപ്പുമില്ലാത്ത കാര്യത്തിന് നിന്റെ സഹോദരിയായിരിക്കുന്ന ദേവകിയെ വധിക്കണത് ശരിയല്ല. തന്നെയല്ല, സ്ത്രീകളെ വധിക്കാൻ പാടില്ല, സ്ത്രീകളെ ഉപദ്രവിക്കാൻ പാടില്ല.
അങ്ങനെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അവൻ പുരുഷനല്ല എന്നാ. എന്താ കാരണം? സ്ത്രീകൾ അത്രമാത്രം സുരക്ഷിതരായിരിക്കേണ്ടവരാണ്. അവരെ സുരക്ഷിതമായിട്ട് ഇരുത്തേണ്ടതാണ്. അതുകൊണ്ടാണ് നമ്മുടെ മനുസ്മൃതി പറഞ്ഞത്, കൗമാര കാലങ്ങളില് പിതാവിനാൽ സംരക്ഷിക്കപ്പെടുകയും യൗവനകാലത്ത് ഭർത്താവിനാൽ സംരക്ഷിക്കപ്പെടുകയും വാർദ്ധക്യകാലത്ത് പുത്രനാൽ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന സ്ത്രീക്ക് എന്തില്ലെന്ന്? സ്വാതന്ത്ര്യത്തിന് യാതൊരു കുറവും ഇല്ലെന്നാ. പൂർണ്ണമായ സ്വതന്ത്രയാണ് അവൾ. കാരണം സ്ത്രീ എന്ന് പറയുന്നത് പ്രകൃതിയുടെ ഭാവമാണ്. ശക്തമായിരിക്കുന്ന അവസ്ഥയാണ് സ്ത്രീ. ശക്തി സ്വരൂപമാണ് സ്ത്രീ. അതുകൊണ്ടാണ് സ്ത്രീകളെ വളരെയധികം ആദരിക്കണം, അവരെ പൂജിക്കണം. എവിടെ സ്ത്രീകളെ പൂജിക്കണുണ്ടോ അവിടെ ആരിരിക്കുന്ന സർവദേവതകളും അവിടെ കുടികൊള്ളും എന്നാ പറയണത്. ഇന്നുവരെ എവിടെങ്കിലും ഒരു പുരുഷനെ പൂജിച്ചു കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? പക്ഷെ ആരെ പൂജിക്കുന്നുണ്ട്? നാരിയെ പൂജിക്കുന്നുണ്ട്, ഇല്ലേ? അപ്പൊ അവര് മോശക്കാരാണോ? ആണോ? അല്ല. അതുകൊണ്ട് മോശമാണെന്ന് നിങ്ങളായിട്ട് പറഞ്ഞ് നിങ്ങൾ മോശമാവുന്ന. ഒരിക്കലും സ്ത്രീ മോശമല്ല. ശക്തിയുടെ കരുത്തുറ്റ പ്രഭാവമുള്ളവളാവണം സ്ത്രീ. കൊണ്ട് സ്ത്രീയെ ഉപദ്രവിക്കാൻ പാടില്ല എന്ന്. സ്ത്രീയെ അറിഞ്ഞൊന്ന് പ്രയോഗിച്ചാൽ പോയി പരീക്ഷിക്കൊന്നും ചെയ്യരുത് കേട്ടോ. പുരുഷൻ 4 ദിവസം കഴിഞ്ഞ് കണ്ണുറക്കും. അതുകൊണ്ട് അത് ഇങ്ങോട്ട് കിട്ടാതിരിക്കാനാണ് ആദ്യമേ തന്നെ ഇടിച്ചു താത്ത് ഒതുക്കി വെക്കണത്. മനസ്സിലായോ? പോയി പരീക്ഷിക്കില്ലേ? നാളെ എനിക്ക് കേസ് പറയാനൊന്നും വയ്യ. അത് പ്രകൃതിയുടെ ഒരു ഗുണമാണ്. പക്ഷെ സ്ത്രീക്ക് അറിയത്തില്ല അവിടെ ശക്തി. അതുകൊണ്ടാ കുഴപ്പം. എന്തായാലും അങ്ങനെ പറഞ്ഞു. എന്നിട്ടും കംസൻ വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോ കംസനോട് പറഞ്ഞു, ഹേ കംസ, ഇവൾക്കുണ്ടാവുന്ന ഏതേത് സന്തതികളിലാണോ നിനക്ക് ഭയമുണ്ടാവണത് അതിനെ ഞാൻ നിനക്ക് നൽകിക്കൊള്ളാം എന്നൊരു വാഗ്ദാനം കൊടുത്തു. വസുദേവര് സന്തോഷകരമായ ജീവിതം ആരംഭിച്ചു തുടങ്ങിക്കഴിഞ്ഞു. ഇതാ അവിടെ കാലമായപ്പോ ദേവകി ദേവി ആദ്യത്തെ കുഞ്ഞിന് ജന്മം നൽകി. വേഗം തന്നെ വസുദേവര് ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് എവിടേക്ക് പോയി? കംസന്റെ കാരാഗൃഹത്തിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോ കംസന് സന്തോഷമായി. എന്താണ്? പറഞ്ഞ വാക്ക് പാലിച്ചുവല്ലോ. കംസൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്തോളൂ വസുദേവരെ, ആദ്യത്തെ കുട്ടി എന്നെ വധിക്കും നല്ലല്ലോ പറഞ്ഞ്, 8ാമത്തെ കുട്ടി എന്നല്ലേ പറഞ്ഞതുകൊണ്ട് എന്ത് ചെയ്യുക? ഇതിനെ കൊണ്ടുപോയി വളർത്തിക്കോളൂ, 8ാമത്തതിനെ എനിക്ക് തന്നാ മതി എന്ന് പറഞ്ഞു. വസുദേവർക്ക് അത്ര വിശ്വാസമൊന്നും ആയില്ല. കാരണം കംസന്റെ വാക്കാണ്, വിശ്വസിക്കാൻ പറ്റത്തില്ല. ചില കംസന്മാരങ്ങനെ അല്ലേ? ഇപ്പൊ പറയുന്ന വാക്ക് ഇച്ചിരി കഴിയുമ്പം മാറ്റി പറയും. വാക്കിന് സ്ഥിരതയില്ലാത്തവരുടെ കംസന്റെ പ്രതിരൂപമായിട്ട് വേണേ പറയാം. അപ്പൊ അതുകൊണ്ട് കംസന്റെ വാക്കുകളൊന്നും അത്ര വലിയ വിശ്വാസമൊന്നും ആയിട്ടില്ല. വസുദേവൻ എങ്കിലും കൊണ്ടുപോയി ദേവഗീതയുടെ അരികിൽ കൊണ്ട് കിടത്തിട്ട് വനിതാ നിന്റെ സഹോദരന് നമ്മുടെ പുത്രനെ തന്നിരിക്കണോ, ഒരു കാര്യം ചെയ്തോളൂ, മുലി കൂട്ടിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അടുത്ത് കിടത്തി. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് കംസന്റെ കൊട്ടാരത്തിൽ നാരദമുനി വരാനിടയായി. വളരെ കാലങ്ങൾക്ക് ശേഷം കണ്ട നാരദമുനിയെ സ്വീകരിച്ച് ആനയിച്ച് വളരെ ഗംഭീരമായിട്ട് എടുത്തു ചോദിച്ചു, എന്തുണ്ട് നാരദമുനിയെ വിശേഷം? ത്രൈലോക്യ സഞ്ചാരിയല്ലേ, കുറെ കാലമായില്ലേ, ഇങ്ങോട്ടൊന്ന് എന്തുണ്ട് വിശേഷം എന്ന് ചോദിച്ചു. അപ്പോൾ എന്റെ കംസ ഒന്നും പറയണ്ട, ഇങ്ങോട്ട് വരുന്ന വഴിക്ക് മുഴുവൻ നിന്നെ കുറിച്ചാണ് കേൾക്കണേ. എവിടെ തിരിഞ്ഞാലും കംസൻ എന്നുള്ള പേര് മാത്രമേ കേൾക്കാനുള്ളൂ. എല്ലാവർക്കും ഭയവുമാണ്. അത്ര മാത്രമുണ്ട് നിന്നെ കുറിച്ച്. പിന്നെ വരുന്ന വഴിക്ക് ഒരു വാർത്ത കേട്ട് ദേവകി ദേവിയുടെ കല്യാണം കഴിഞ്ഞെന്നോ, പോണ വഴിക്ക് അതിന്റെ അശരീരി കേട്ടെന്നോ, ഒരു കുട്ടി ഉണ്ടായെന്നോ,
അതിനെ കൊണ്ടുവന്നപ്പം തിരിച്ചു കൊടുത്തു വിട്ടെന്നൊക്കെ ഇങ്ങനൊന്ന് കേട്ടു എന്ന് പറഞ്ഞു. കംസൻ പറഞ്ഞു ഇതൊക്കെ ശരിയാ, ദേവഗീതയുടെ കല്യാണം കഴിഞ്ഞു, പോണ വഴി അശരീരിയും കേട്ടു, ആദ്യത്തെ കുട്ടിയുണ്ടായി, ഞാനതിനെ കൊടുത്തു വിടുകയും ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ നാരദരൊന്ന് ചിരിച്ചു എന്നാ പറയണേ. ഇപ്പൊ നിങ്ങൾ എന്നെ നോക്കി ചിരിക്കുന്ന ചിരി എന്തോ ചിരിയാ? നിങ്ങൾ എന്നെ നോക്കി ചിരിക്കണില്ലേ? ആ ചിരിയുടെ അർത്ഥം എന്താ? ആ നിങ്ങളങ്ങനെ ഇരിക്കുക. ആ ഓരോരുത്തരുടെയും ചിരി കാണുമ്പോ അറിയാം എന്താ ഉദ്ദേശിച്ചാ ചിരിക്കണേന്ന്. ഇല്ലേ? ഇല്ലേ? ഇവിടുത്തുകാർക്ക് അതും അറിയത്തില്ലേ? ആ ഞങ്ങളുടെ അവിടെയൊക്കെ അറിയാം. ഓരോരുത്തർ ചിരിക്കുന്ന ചിരി കാണും പറയാം എന്തോ ചൊല്ലി പറയാറില്ലേ, ആക്കി ചിരിക്കല്ലേ എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ലേ? ആ അത് നിങ്ങളുടെയൊക്കെ ചിലരുടെ ചിരി കാണുമ്പോ എനിക്കറിയാം. നീ ഇങ്ങനെ എന്തെല്ലാം പയറ്റിയാലും ഞങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളടാവേ, നീ എന്നാ വേണല്ലോ എവിടെ കിടന്ന് തലകുത്തി പറഞ്ഞു, ഞങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ളൊരു ശരി. ചിലരങ്ങനെ ഉണ്ട്. ആ എന്തായാലും നാരദരോട് എന്താ അങ്ങ് ചിരിച്ചതിന്റെ കാരണം പറഞ്ഞു, അല്ല കംസ, ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഈ ദേവകീ ദേവിയുടെ 8ാമത്തെ പുത്രൻ നിന്നെ വധിക്കും എന്ന് അശരീരി കേട്ടു. നീ പറയണു 1ാമത്തെ കുട്ടിയെ ഇവിടെ കൊണ്ടുവന്നു എന്ന്. നിന്റെ കാഴ്ചപ്പാടിൽ അത് ഒന്നാവാം, പക്ഷെ ദേവന്മാരങ്ങനെ കണക്കൂട്ടണമെന്നില്ലല്ലോ. കാരണം ദേവന്മാരുടെ നിലനിൽപ്പിന് അവരെന്ത് ഇതും അവർ കാണിക്കും. അപ്പൊ അതുകൊണ്ട് ഇത് നിന്റെ കണക്കിൽ 1ാമത്തേതാവാം. ദേവന്മാരെങ്ങനെയാ കണക്കൂട്ടുന്നത് എങ്ങനെ അറിയാം? നീ 2ാമത് തന്നെ 8ാമത്താവും വരണതിന് മുമ്പ് എത്ര വരണം? എത്ര വരണം? 7 വരണം. അപ്പൊ 8ാമത്തോന് ബലം കൂടുവോ കുറയോ? ബലം കൂടും. അപ്പൊ ശത്രുവിന് ബലം കൂടുകയല്ലേ ചെയ്യാ? ബുദ്ധിയുള്ളവരാരെങ്കിലും ശത്രുവിന് ബലം കൂടാൻ സമ്മതിക്കുവോ? ആ അതുകൊണ്ട് നീ ചെയ്തത് വിഡ്ഢിത്തമായി എന്നാണ് എന്റെ തോന്നലെന്ന. ഇത് കേട്ടപ്പോഴാ കംസന് ബോധം വെച്ച് കംസന്റെ ഒറ്റ പോക്ക് പോയി എവിടെയൊക്കെ വസുദേവന്റെ ഗീതയിൽ ചെന്ന് ദേവഗീതയുടെ അരിയിൽ കിടന്ന കുഞ്ഞിനെ എടുത്തിങ്ങോട്ട് പുറത്തോട്ട് കൊണ്ടുവന്ന് ഇവിടെ പരുത്തിരി പാറുണ്ടായിരുന്നു, കൊടുത്തൊരൊറ്റ അടി എല്ലാം കൂടെ ചിന്നിച്ചെറിയാൻ കണ്ടൊക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ 6 എണ്ണത്തിനെയും കൊന്നു. 7ാമത്തേതുണ്ടായി. അപ്പോ ഭഗവാൻ തന്റെ ലീല ആരംഭിക്കാൻ തുടങ്ങി. തന്റെ യോഗമായ വിളിച്ചു പറഞ്ഞു, ഹേ യോഗമായേ, നീ എന്ത് വേണം? ഇപ്പൊ ദേവകീ ദേവി 7ാമത്തെ ഗർഭം ധരിച്ചിട്ടുണ്ട്. അതിനെ അവിടെ നിന്ന് മാറ്റി ഈ വസുദേവരുടെ തന്നെ മറ്റൊരു ഭാര്യയായിരിക്കുന്ന രോഹിണി നന്ദഗോപരുടെ ഗേഹത്തിലുണ്ട്, അവളുടെ ഉദരത്തിലേക്ക് ആക്കണം. എന്നിട്ടോ ഞാൻ വരാൻ സമയമാവുമ്പോൾ നീയും എന്റെ കൂടെ പിറക്കണം. ഞാൻ ദേവകിയുടെ പുത്രനായി പിറക്കുമ്പോ നീ യശോദയുടെ പുത്രിയായി പിറക്കണം. നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ ചെയ്തു തീർക്കാനുണ്ട്. അതുകൊണ്ട് നിനക്ക് അനേക നാമങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യും. നിന്റെ മുൻപിലേക്ക് വരുന്ന ആ ഭക്തർക്ക് വേണ്ടതായ അനുഗ്രഹമൊക്കെ കൊടുത്ത് നീ അവരെ സംരക്ഷിച്ചുകൊള്ളണം എന്നൊക്കെ ഭഗവതിയോട് പറഞ്ഞു. ഭഗവതി വേഗം തന്നെ ദേവകീദേവിയുടെ ഉദരത്തിൽ കിടന്ന ആ ജീവനെ അവിടെ നിന്ന് മാറ്റി. എന്നിട്ടോ രോഹിണി ദേവിയുടെ ഗർഭത്തിലേക്കാക്കി. എല്ലാവരും പറഞ്ഞു, ഷോ കഷ്ടായിപ്പോയി, ദേവകീദേവിയുടെ ഗർഭം അലസിപ്പോയല്ലോ എന്ന് പറഞ്ഞു എന്നാണ്. പക്ഷെ കംസന് മനസ്സിലായി 7ാമത്തേത് ഇങ്ങനെ പോയെങ്കിൽ ഉടൻ തന്നെ ആര് വരും? തന്റെ അന്തകൻ ഈ ദേവകീദേവിയുടെ ഉദരത്തിൽ പിറക്കും എന്ന് മനസ്സിലായി. അങ്ങനെ ദേവകീദേവി 8ാമതും ഗർഭിണിയായപ്പോ എന്ത് ചെയ്തു? കാരാഗ്രഹത്തിൽ പിടിച്ചടച്ചു ദേവകീദേവിയെയും വസുദേവരെയും കൂടെ. എന്നിട്ട് കൈക്കും കാൽക്കൊക്കെ ചങ്ങലയൊക്കെ ഇറക്കി 5 ഭടന്മാരെ കാവല് നിർത്തി. ദേവകീദേവി പ്രസവിക്കാറൊക്കെ സമയമാകുമ്പോൾ എന്നെ വന്ന് വിവരം അറിയിക്കണം പ്രസവിച്ചാല് എന്ന് പറഞ്ഞിട്ട് ഭടന്മാരെയൊക്കെ നിർത്തി. കംസൻ അവിടെ തന്റെ കൊട്ടാരത്തിൽ അങ്ങനെ ഇരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞു തുടങ്ങി. കംസനാണെങ്കിൽ ഉറക്കമില്ല. കുളിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഉണ്ണുമ്പോഴും കളിക്കുമ്പോഴും എന്ന് വേണ്ട എല്ലാ സമയത്തും തന്റെ അന്തകൻ കസാര ഇരുന്നിട്ട് ഒരു കസാര മുമ്പിൽ തിരിച്ചിട്ട് 2 കാലും കൂടെ പൊക്കി മറ്റേ കസാരയിലോട്ട്. ഇവിടെ അങ്ങനെ ആരും കാണത്തില്ല.
എന്നിട്ട് ഒരു 2:45 വരെയൊക്കെ ഇങ്ങനെ ഇരുന്ന് പാരായണം, ഭാഗവതമൊക്കെ നോക്കി പാരായണമൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. എന്നിട്ടോ ഒരു 2:45 കഴിയുമ്പോൾ എഴുതുന്നുണ്ട് ഒരു ഇച്ചിരി കഴിയുമ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് പാരായണം ചെയ്യുന്നുണ്ട് പറയും, എടാ കൊച്ചനെ ഇങ്ങോട്ട് വന്നേ പറയും. ഇവരുണ്ടോ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാ. അപ്പൊ ദേഷ്യം വരും. ദേഷ്യം എന്ത് ചെയ്യും? എന്നാ നീ പോടാന്ന് പറയും. ഈ പോടാന്ന് പറയുന്നില്ല, ഇരുന്ന കസാരയും പൊക്കി വെച്ച കസാരയും ഭാഗവതവും എല്ലാം കൂടെ ഇവിടേക്കെന്ന് പറഞ്ഞ് തടയിൽ പോകും. എന്നിട്ട് ഇതെല്ലാം കൂടെ വാരി എടുത്തോണ്ട് ഒരു നിപ്പുണ്ട്, എന്നിട്ട് ഒരു നോട്ടമുണ്ട്. ആരെങ്കിലും നമ്മുടെ വീട്ടിൽ കിടന്നാല് എന്തെങ്കിലും ചെറിയൊരൊച്ച കേട്ടാൽ നമ്മൾ ഉണരുവോ ഇല്ലയോ? ഉണരില്ലേ? അങ്ങനെയുള്ള ആൾക്കാര് ഇതുപോലുള്ള ബോക്സുകളിൽ കൂടെ എൻ്റെ ഈ പറ എന്നുള്ള ഒച്ച കേട്ടിട്ടും സുഖമായിട്ടിരുന്ന് ഉറങ്ങുന്നുണ്ടെങ്കിൽ എത്ര സമാധാനമുണ്ട് നമ്മുടെ യജ്ഞവേദിയിൽ, ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? സമാധാനം ഇല്ലേ? ഉറങ്ങാൻ പറ്റുമോ? അതൊന്നും വേണ്ടിട്ടില്ല. സമാധാനം ഇല്ലേ? ഉറങ്ങാൻ പറ്റുമോ? ഇല്ല. അപ്പൊ വീട്ടിൽ കിട്ടാത്ത സമാധാനം ഇവിടെ കിട്ടുന്നുണ്ട്, ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ ഉറക്കം വരാത്തവർ എവിടെ വന്നിരുന്നാ മതി? ഇവിടെ വന്നിരുന്നാൽ ആരും ശല്യം ചെയ്യൂല. ഞാൻ പറഞ്ഞു, എന്റെ ഇതിപ്പോ ഇവിടെ 2-3 ബോക്സ് അല്ലേ ഉള്ളൂ. ചിലടത്ത് എന്നാ ഇതൊന്നും അല്ല കേസ്. ഈ ഒരു സൈഡിൽ തന്നെ കാണും ഒരു 8-10 എണ്ണം വെച്ച് കെട്ടിയിരിക്കണത്. അതിനകത്തൂടാണ് എന്റെ ഈ ഒച്ച കേൾക്കണത്. പോട്ടെ, കേൾക്കാൻ വല്ല സുഖമുള്ള ഒച്ചയാണെങ്കിലും വേണ്ടി ഈ പറന്നുള്ള ഒച്ചയൊക്കെ കേട്ടിട്ടും അവിടെ കുത്തിയിരുന്ന് ഉറങ്ങണമെങ്കിൽ എത്ര സമാധാനമാ. ചിലപ്പോ ഞാനിങ്ങനെ നോക്കുമ്പോ അടുത്തിരിക്കുന്നവര് ഞാൻ മാന്തവര് ഈ ഉറങ്ങുന്നവര് ഞാൻ പറയും വിളിക്കരുത്, ഒരു കാരണവശാലും വിളിച്ചുണർത്തരുത്. കാരണം അത്രയും ഞാൻ ചിരിക്കാൻ പറഞ്ഞല്ല, അത്രയും സമാധാനത്തോട് അവിടെ ഇരുന്ന് ഉറങ്ങുക അവര്. കാരണം വീട്ടിൽ കിട്ടാത്ത അത്രയും സമാധാനം യജ്ഞിച്ച. ഞാൻ പറഞ്ഞവരോട് ഉറക്കം കിട്ടാത്തതുകൊണ്ട് ഒരു സ്ലീപ്പിംഗ് ടാബ്ലറ്റ്സും കഴിക്കരുത്. എവിടെ വന്നിരുന്നാ മതി? എന്റെ യജ്ഞവേദി വന്നിരുന്നാ മതി. സുഖമായിട്ട് ഉറങ്ങാം. ഉണ്ണാറാമ്പം വിളിച്ചു ചോറും തരാം. വന്നിരുന്ന് ഉറങ്ങിക്കോളൂ. നീ എന്താ ഗുണം? ഈ ഉറങ്ങി ഇങ്ങനെ വീഴാൻ പോകുമ്പോഴായിരിക്കും ഇവിടെ നിന്ന് കൃഷ്ണ ആ ഒറ്റ വിളി മതി ചിലപ്പോൾ രക്ഷപ്പെടാൻ. എന്നെ ഏതാണ്ട് ചീത്ത പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഉറങ്ങാൻ പറ്റാത്ത, വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റാത്തവര് ഇവിടെ വന്നിരിക്കുക. സുഖമായിട്ട് ഉറങ്ങിക്കോളൂ, ആരും ശല്യം ചെയ്യുക. കേട്ടോ പറഞ്ഞേ? സ്ലീപ്പിംഗ് ടാബ്ലറ്റ്സ് ഒന്നും മേടിച്ച് കഴിക്കണ്ട. ഇനി അതല്ലെങ്കിൽ വേറൊരു ഐഡിയ ഉണ്ട്. ഉറക്കം വരുന്നില്ലെങ്കിൽ എന്നെ ഓർത്താൽ മതി. പിന്നെ ജീവിതകാലത്തുണരൂല. എന്താ കാര്യം? കണ്ണു തുറന്നാ ഈ നരസിംഹത്തെ കാണുന്നേ, അപ്പൊ പിന്നെ ഉറങ്ങിക്കിടന്നാ കാണണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. മനസ്സിലാവുന്നുണ്ടോ പറയണേ? അതുകൊണ്ട് വീട്ടിൽ കിടന്ന് ഉറക്കം കിട്ടാത്തവരൊക്കെ ഊണും കഴിഞ്ഞ് ഇവിടെ ഇരുന്നാൽ മതി. വീട്ടിലോട്ട് പോകണ്ട. എന്താ പറയുന്നു? സത്താൻ കഴിയുമ്പോൾ കാശിക്ക് പോകാൻ എത്ര വരുമോ? 65 കഴിഞ്ഞവരൊക്കെ കൈവക്കിക്ക് പൊക്കൂല. ഞങ്ങൾക്ക് അത്രയും പ്രായമൊന്നുമില്ല. ഇയാൾക്ക് നരച്ചെന്ന് പറഞ്ഞ് ഞങ്ങൾക്കുണ്ടോ അത്രയും പ്രായം? അല്ലേ? ഞങ്ങൾക്ക് ആർക്കും 65 കഴിഞ്ഞിട്ടില്ലെന്ന. അപ്പൊ എന്തായാലും അതുകൊണ്ട് എന്തായി? വസുദേവർ കംസന് തീരെ ഉറക്കമില്ല. അങ്ങനെ തന്റെ അന്തകനെ കുറിച്ച് ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കംസൻ. അങ്ങനെ ഇരിക്കെ ചിങ്ങമാസത്തിലെ അഷ്ടമി തിഥിയില് രോഹിണി നക്ഷത്രത്തില് ഭഗവാന് വസുദേവരുടെയും ദേവകിയുടെയും മുൻപില് അവതരിച്ചു. ഭഗവാന്റെ ആ ദിവ്യമായിരിക്കുന്ന രൂപം ശംഖചക്ര ഗദാ പത്മധാരിയായിട്ട് ശ്രീവത്സാംഗിതനായിട്ട് മഞ്ഞ പട്ടുടുത്തുകൊണ്ട് നിൽക്കുന്ന ആ ഭഗവാന്റെ ദിവ്യമായിരിക്കുന്ന രൂപത്തിൽ കണ്ട് ദേവകീ ദേവിയും വസുദേവരും ഭഗവാനെ നമസ്കരിച്ചു. പറഞ്ഞു, ഹേ ഭഗവൻ, ഞങ്ങൾക്ക് പുത്രനായി വരാനല്ലേ പറഞ്ഞത്? ഞങ്ങളുടെ തപസ് അതിനു വേണ്ടിയായിരുന്നില്ലേ? ഈ ഇങ്ങനെയുള്ള ഒരു രൂപത്തെ കാട്ടിയാൽ എങ്ങനെയാ പുത്രാന്ന് വിളിക്കുക? പറഞ്ഞു, ഹേ വസുദേവരെ, ദേവകി, ഞാനാണ് നിങ്ങൾക്ക് പുത്രനായി വരണത് എന്ന് നിങ്ങളെയൊക്കെ ഒന്ന് ബോധിപ്പിക്കണം. പല ജന്മങ്ങളിലും ഞാൻ എന്തുമായിട്ട് വന്നിട്ടുണ്ട്? നിങ്ങൾക്ക് പുത്രനായിട്ട് വന്നിട്ടുണ്ട്.
ഈ ജന്മത്തിൽ ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് പുത്രനായി വരുന്നതെന്ന് ബോധിപ്പിക്കാൻ വേണ്ടി ഞാന് യോഗികൾക്ക് പോലും കാണാൻ ദുർലഭമായിരിക്കുന്ന എൻ്റെ ഈ ദിവ്യമായിരിക്കുന്ന രൂപത്തെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്ന. ഞാൻ ഇപ്പോൾ തന്നെ ഒരു കുട്ടിയുടെ രൂപം ധരിക്കും. എന്ത് വേണം? എന്നെ ഇവിടെ നിലത്തുകൊണ്ട് പോയിട്ട് അമ്പാടിയില് നന്ദഗോപരുടെ ഗേഹത്തിൽ കൊണ്ടാക്കണം. അവിടെ നന്ദഗോപരുടെ ധർമ്മപത്നിയായിരിക്കുന്ന യശോദ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയിട്ടുണ്ട്. എന്നെ യശോദയുടെ അരികിൽ കിടത്തി ആ പെൺകുട്ടിയെ എടുത്ത് ഇവിടെ കൊണ്ടുവന്നിടുക. കംസം വരുമ്പോ ആ പെൺകുട്ടിയെ കാണിച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഭഗവാൻ വേഗം തന്നെ ബാലഭാവം പൂണ്ടു. ആ ഓമന ചുണ്ടൊക്കെ കാട്ടി അങ്ങനെ കിടന്നു. വേഗം തന്നെ വസുദേവര് തന്റെ ആ കുഞ്ഞിനെ തന്റെ കൈകൾ കൊണ്ട് കോരിയെടുത്ത് അവിടെ നിന്നും യാത്രയായി. എന്തിനകത്ത് വെച്ചാ കൊണ്ടുപോയേ? കൊച്ചിനെ കൊണ്ട് അമ്പാടിയിലേക്ക് എന്തിനകത്ത് വെച്ചാ കൊണ്ടുപോയേ? കൊട്ടൻ. ആരെങ്കിലും തന്റെ കുഞ്ഞിനെ കൊട്ടയ്ക്കകത്ത് കൊണ്ടുപോകും? അതോ നിങ്ങളെയൊക്കെ കൊട്ടയ്ക്കകത്ത് കൊണ്ട് കിടന്നാണോ വളർത്തി? അല്ല. ആ കൊട്ടയ്ക്കകത്ത് കൊണ്ടുവന്ന പടമൊക്കെ ഉണ്ട്. ഇതുപോലെ താടിയും മുടിയും വളർത്തി ഒരുത്തന് കൊട്ടയ്ക്കകത്തൊരു കൊച്ചിനെ വെച്ചോണ്ട് വന്ന പടമൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്. അല്ല, കാരാഗ്രഹത്തിൽ എവിടെ കൊട്ട? ഇനി അല്ലെങ്കിൽ തന്നെ രഹസ്യമായിട്ട് കൊണ്ടുവന്നൊരു സാധനം ആരെങ്കിലും കൊട്ടയ്ക്കകത്ത് തല വെച്ച് കൊണ്ടുപോകും. ഇനി ഭാഗവത്തിൽ എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കൊട്ടയ്ക്കകത്ത് കൊണ്ടുപോയെന്ന്? ഏതോ ഒരു കലാകാരന് തോന്നിയ ഒരു ഐഡിയ ആണ് ഇങ്ങനൊരു ചിത്രം. നമ്മൾ അതും മേടിച്ച് പൂജാമുറി കൊണ്ടുവച്ച് വിളക്ക് ഒത്തിരി ആലോചിച്ച് നോക്കി. ഇങ്ങനെ നമ്മൾ ആവാമോ എന്ന് ചോദിച്ചാൽ എങ്ങനെയോ ഒക്കെ ആയി പോവാ നമ്മള്. അല്ലേ? എന്താ നമ്മളിങ്ങനെ? ഭഗവാനെ കൊട്ടയ്ക്കകത്തൊന്നും അല്ല കൊണ്ടുപോയി. രണ്ട് കയ്യിലും കൂടെ കോരിയെടുത്ത് താൻ അണിഞ്ഞിരുന്ന വസ്ത്രത്തിനകത്ത് പൊതിഞ്ഞ് മാറോട് ചേർത്ത് പിടിച്ചാ കൊണ്ടുപോയ. മാറോട് ചേർത്തപ്പോ കൈക്കും കാൽക്കുമല്ല ചങ്ങലുകൾ വേറുപെട്ടു എന്ന് ഭാഗവത്തിൽ പറയുന്നുണ്ട്. ഉണ്ടോ? അപ്പൊ പിന്നെ ഭാഗവത്തിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കൊട്ടയ്ക്കകത്താ കൊണ്ടുപോയെന്ന്? പിന്നെ നമ്മളങ്ങ് ആക്കി കൊട്ടയ്ക്കകത്താന്ന്. കാരണം നമ്മൾ ഏതാണ്ട് ഒരുമാതിരി കൊട്ടയ്ക്കകത്തായ ലക്ഷണമാണ്. അതുകൊണ്ട് ഭഗവാനെ എന്തിനകത്ത് കൊണ്ടുപോയി നമ്മൾ വിചാരിച്ചു പോകും? കൊട്ടയ്ക്കകത്ത് കൊണ്ടുപോയി എന്ന് വിചാരിച്ചു. ഭഗവാനെ കോരിയെടുത്തുകൊണ്ട് തന്റെ മാറോടണച്ചപ്പോ കൈക്കും കാൽക്കുമുള്ള ചങ്ങലകൾ വേറുവിട്ടു. ഭഗവാൻ അവതരിച്ച സമയത്ത് അവിടെ കാവലിൽ നിന്ന് 5 ഭടന്മാർ ഉറങ്ങിപ്പോയി. കാരാഗൃഹത്തിന്റെ വാതിൽ താനേ തുറന്നു. അവിടെ നിന്ന് വസുദേവര് ഭഗവാനെയും എടുത്തുകൊണ്ട് പുറത്തിറങ്ങിയപ്പോൾ ഒരു ചാറ്റ മഴയൊക്കെ ഉണ്ടായി. അനന്തൻ വന്ന് കുട പിടിച്ചു കൊടുത്തു നനയാതിരിക്കാൻ. അങ്ങനെ അവിടെ നിന്നും യമുനാ നദിയുടെ കരയിലെത്തുമ്പോൾ കുലംകുത്തി ഒഴുകുന്ന യമുനയെ കണ്ട് പറഞ്ഞു, ഹേ യമുനാദേവി ജഗന്നാഥന്റെ എഴുന്നള്ളത്താണ്, വഴിമാറി തരണം അമ്പാടിയിലേക്ക് പോവാൻ. യമുനാദേവി പതിയെ വഴിമാറി കൊടുത്തു. പറയാറുണ്ട്, യമുനാദേവി ഒന്ന് എത്തി നോക്കിയത്രേ തന്റെ ഭർത്താവിനെ ഒന്ന് കാണാൻ. കാരണം ഭർത്താവിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഭാവത്തിൽ കണ്ടിട്ടില്ല, കുഞ്ഞായിട്ട് കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് ആ ബാലഭാവം ഒന്ന് കാണാമെന്ന് വിചാരിച്ചൊന്ന് എത്തി നോക്കിയതാണ്. നോക്കിയപ്പോ കുഞ്ഞിക്കാല് മാത്രമേ കണ്ടുള്ളൂ. ഇനി എത്ര കാലം കഴിഞ്ഞാലും ഇങ്ങനെ ഒന്ന് തിരിച്ചു കിട്ടുന്നതെന്ന് ആലോചിച്ചിട്ട് പോയി ആ പാദത്തിലൊന്ന് തൊട്ട് വണങ്ങി എന്ന് പറയാറുണ്ട്. അങ്ങനെ വേണമെന്നാ. ഭർത്താവിന്റെ പാദം തൊട്ട് വണങ്ങണം. ആര്? അതോ തിരിച്ചാന്നോ? ഇപ്പൊ മിക്കവാറും തിരിച്ചായിരിക്കും. എത്ര പേര് ചെയ്യുന്നുണ്ട് അത് ഉപയോഗിക്കുക സത്യസന്ധമായിട്ട്? രാവിലെ എഴുന്നേറ്റ ഭർത്താവിന്റെ പാദം തൊട്ട് വണങ്ങി എഴുന്നേൽക്കുന്ന ഭാര്യമാരുടെ ഉപയോഗിക്കുക. വാ, സന്തോഷം. അതുകൊണ്ട് വല്ല ഗുണമുണ്ടോ? ഉണ്ടോ?
എന്താണെന്ന് വിചാരിച്ചാ തൊഴുന്നേ? ആരാന്ന് സങ്കല്പിച്ച? കേട്ടില്ല? ഭർത്താവ് ആരാന്നാ സങ്കല്പം? പോട്ടെ, ഒന്നും അറിഞ്ഞില്ലെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ, അത് തന്നെ വലിയൊരു കാര്യമാണ്. എന്തായാലും യമുനാദേവി ഒന്ന് തടിക്കുന്നാ പറയുന്നത്. അവിടുന്ന് എന്ത് ചെയ്തു? അമ്പാടി ചെന്നപ്പോ എല്ലാവരും നല്ലൊരു മയക്കത്തിലാത്രയും. യശോദാമയുണ്ട്, ജന്മം നൽകിയത് ആണാണോ പെണ്ണാണോ എന്ന് അറിയാതെ കിടന്നുറങ്ങുന്നു. അങ്ങനെ ഉണ്ടോ അമ്മമാര് വല്ലോ? പ്രസവിച്ച കൊച്ചാണാണോ പെണ്ണാന്ന് അറിയാതെ ഉറങ്ങി അമ്മ എന്റെ കൈവക്കി. ഇപ്പോഴത്തെ അമ്മമാരാണെ പലരും അറിയാറില്ല. എന്താ കാരണം എന്നറിയാമോ? പരിപാടി ആയതുകൊണ്ട് കണ്ണുറക്കുമ്പോൾ 3 ദിവസം കഴിയും. അതുകൊണ്ട് എന്തായാലും അതിന് കാരണം പറയണത്, യശോദാമ്മ 52ാമത്തെ വയസ്സിലാത്രേ ഒരു കുഞ്ഞിന് ജന്മം നൽകിയത്. തന്നെയല്ല, നല്ല തടി ഉണ്ടായിരുന്നു. നമ്മളൊക്കെ പ്രാർത്ഥിച്ച് വണ്ണം വെക്കാറുണ്ടല്ലേ? ഇല്ലേ? ചെന്ന് പ്രാർത്ഥിക്കാറുണ്ട്, എന്റെ അമ്മയെ നല്ല വണ്ണം വരുത്തേണം ഈശ്വര. അല്ലേ? നല്ല വണ്ണം വരുത്തേണം ഈശ്വര. അതുകൊണ്ട് ചിലർക്കൊക്കെ 450 കിലോയൊക്കെയാ. ഇല്ലേ? എന്താ പ്രശ്നം വെച്ചാൽ കൂടുതലൊന്നും ഉരുണ്ട് വീണ ആരും പൊക്കാൻ വരൂല. അതാ ഏറ്റവും വലിയൊരു വിഷയം. കാരണം സാമാന്യം ഒരുമാതിരി പിടിച്ചാലൊന്നും ആരും പിടിച്ചാല് പൊങ്ങൂല. പോന്നെങ്കിൽ ഇതാ ഇതുപോലൊക്കെ പോണം. എന്നാ കഴിച്ചാലും ഇങ്ങനെ ഇരിക്കും. എവിടെ ഉരുണ്ട് വീണാലും ഒരു കൊച്ചു വന്നാലും പൊക്കി എടുത്തോണ്ട് പൊക്കോട്, ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് സൗന്ദര്യവും കൂടുതലാ. ഈ വണ്ണം കുറയും തോറും സൗന്ദര്യവും കൂടും. അങ്ങനെയും കൂടെ ഉണ്ട്. ഇല്ലേ? കൂടും. അപ്പൊ എന്താ, യശോദാമ്മയ്ക്ക് നല്ല വണ്ണം ഉണ്ടായിരുന്നതുകൊണ്ട് ആലസ്യത്തിൽ അങ്ങ് മയങ്ങിപ്പോയി എന്നാ പറയണേ. തന്നെയുമല്ല, അവിടെ കിടക്കണത് ആരാ? സാക്ഷാൽ യോഗമായാണ്. മായാ ഭഗവതി എവിടെ ഉണ്ടോ അവിടെ എന്തുണ്ടാവും? നല്ല ആലസ്യം ഉണ്ടാവും. അതുകൊണ്ട് രാത്രി കിടക്കുന്നത് എന്ത് പ്രാർത്ഥിച്ചു കിടക്കണം? യാ ദേവി സർവഭൂതേഷു യാ ദേവി സർവഭൂതേഷു എന്തോ രൂപേണ എന്നാണ്? നിദ്രാരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ എന്ന് പ്രാർത്ഥിച്ചിട്ട് കിടന്നാൽ മതി, ഉറക്കം കിട്ടും. കാണാതെ പഠിച്ചു വെച്ചു. ഇത് എവിടെ ഉള്ളതാ? ഇതിനകത്തുള്ളത് ഏത്? ഇതിനകത്തുള്ള ശ്ലോകമായത് ഏത് ഗ്രന്ഥത്തിലുള്ളതാ? ദേവി മഹാത്മ്യത്തിലുള്ളതാ. യാ ദേവി സർവഭൂതേഷു നിദ്രാരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. ഇങ്ങനെ കുറേ ഉണ്ട് അതിനകത്ത്. എന്തായാലും അതുകൊണ്ടാണ് യശോദാമ്മ അത്ര ക്ഷീണിതയായതുകൊണ്ടാണ് അറിയാഞ്ഞതെന്ന. എന്തായാലും നന്ദഗോപൻ അവിടെ ചെന്ന് വസുദേവൻ അവിടെ ചെന്ന് ഭഗവാൻ യശോദാമ്മയുടെ അരികിൽ കിടത്തിയിട്ട് ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നേരെ എവിടേക്ക് വന്നു? കംസന്റെ കാരാഗ്രഹത്തിലേക്ക് എത്തി. അവിടെ ദേവകീ ദേവിയുടെ അരികിൽ കിടത്തി.
ഇത് കൊണ്ടുവന്ന് അങ്ങോട്ട് കിടത്തിയതും കുഞ്ഞൊരൊറ്റ കരച്ചിലും ഭടന്മാരെല്ലാം ചാടി എഴുന്നേറ്റ് ഓടിപ്പോയി കംസനോട് പറഞ്ഞു, കംസ, അങ്ങയുടെ സഹോദരി പ്രസവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. കംസന് ഉറക്കമില്ലാതിരിക്കുവന്ന് ചാടി എഴുന്നേറ്റ് ഓടി ചെന്ന് പോയ വഴിക്കൊക്കെ ഉരുണ്ടൊക്കെ വീണ്, എന്നാലും വേണ്ടില്ല എഴുന്നേറ്റ് ഓടി ചെന്നിട്ട് കാരാഗ്രഹം വലിച്ചു തുറന്ന് അവിടെ കിടന്ന കൊച്ചിനെ എടുത്ത് നോക്കിയപ്പോ പെൺകുട്ടിയാ. ആലോചിച്ചിട്ട് അശരീരി കേട്ടത് ആൺകുട്ടിയാവുമെന്ന്, 8ാമത്തെ പുത്രൻ കൊല്ലുന്നതാണ്. ഇത് പുത്രിയാണല്ലോ, എങ്ങനെ ഈ പെൺകൊച്ചിനെ കൊല്ലുന്നത് എന്ന് ആലോചിച്ചു. പക്ഷെ അന്നേരം നാരദര് പറഞ്ഞു, ഓർമ്മ, ദേവന്മാര് എന്തു മായയും കാട്ടും നിന്നെ ഇല്ലാതെയാക്കാൻ, അതുകൊണ്ട് അതിൽ വീണു പോവില്ലേ എന്ന് പറഞ്ഞു ഓർമ്മയുണ്ട്. അതുകൊണ്ട് ഒന്നും ആലോചിച്ചില്ല, എടുത്തു കൊടുത്തൊരൊറ്റ അടി. പക്ഷേ പോയത് താഴേക്കല്ല, മുകളിലേക്കാ. സാക്ഷാല് ഭഗവതി 8 കൈകളിൽ 8 ആയുധങ്ങളുമായിട്ട് അങ്ങനെ അവിടെ വന്ന് അന്തരീക്ഷത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ചോദിച്ചിടാ, കംസ വിദ്ധി, നീ എന്തിനാ എന്നെ കൊല്ലാൻ നോക്കിയേ? സ്ത്രീയോടാണോടാ ശൂരത്വം കാട്ടണത്? എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ നിന്നെ കൊല്ലാം, പക്ഷേ ഞാനത് ചെയ്യാത്തത് നിന്റെ അന്തകനെ ഈ ഭൂമിയിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ടാണ്. പറ്റുമെങ്കിൽ നീ പോയി തെരഞ്ഞു പിടിച്ച് അവനെ ഇല്ലാതാക്കാൻ നോക്കിക്കോളൂ, പക്ഷേ നിന്നെ കൊണ്ട് അതിന് സാധ്യമാവില്ല. കാരണം അവൻ നിന്നെ കൊന്നിട്ടേ മാറും. അതുകൊണ്ട് ഇനി നിനക്ക് ജീവിതം അധികകാലമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഭഗവതി അവിടെ നിന്നും മറഞ്ഞു. കംസൻ വേഗം തന്നെ ചെന്ന് ദേവകീ ദേവിയുടെയും വസുദേവിയുടെയും അരികില് ക്ഷമായാചനയൊക്കെ നടത്തി. വേണ്ടാത്തൊക്കെ ഒരുപാട് കാട്ടിക്കൂട്ടിയത് ഈ അശരീരി കേട്ടിട്ടാണ്. അതുകൊണ്ട് അവിടുന്ന് നിങ്ങൾ ബോധമുള്ളവരല്ലേ, ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് കേണപേക്ഷിച്ചു. ദേവകിയും വസുദേവരും പറഞ്ഞു, സാരയില്ല, ഇതൊക്കെ ഞങ്ങളുടെ കർമ്മഫലമായിട്ട് ഞങ്ങൾ കരുതിക്കൊള്ളാം. അവനവൻ ചെയ്യുന്ന കർമ്മഫലം അവനവൻ അനുഭവിക്കണമല്ലോ. അതുകൊണ്ട് അതൊക്കെ ഞങ്ങളുടെ കർമ്മഫലമായിട്ട് അനുഭവിച്ചോളാം, അറിഞ്ഞോളാം, മനസ്സിലാക്കിക്കോളാം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഞങ്ങൾ ചിന്തിച്ചോളാം. അതുകൊണ്ട് അങ്ങ് അതിനെക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കണം. തന്നെയുമല്ല, ആ 6 കുട്ടികൾക്ക് അങ്ങനെ ഒരു കർമ്മം ഉണ്ടായിരുന്നു. കംസനും പറയുന്നുണ്ട്, അവരുടെ കർമ്മഫലം അങ്ങനെ, ഞാൻ തന്നെ തല്ലിക്കൊല്ലണം എന്നൊരു യോഗം അവർക്കൊരു കർമ്മഫലം അവർക്കുണ്ട്, അതുകൊണ്ടാവാൻ ചെയ്തതാ, അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ദേവകീ ദേവിയും വസുദേവരും കംസനോട് ക്ഷമിച്ചു. തിരികെ വന്ന് മന്ത്രിമാരോടൊക്കെ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അങ്ങെന്തിനാ ക്ഷമിക്കുന്നത്? ഞങ്ങളല്ലേ കൂടെ അല്ലേ, അങ്ങൊന്നും വിഷമിക്കണതാ. ഇപ്പൊ കണ്ടോണം, 10 ദിവസത്തിനകത്തുണ്ടായ സർവ്വ എണ്ണത്തിനെ ഞങ്ങൾ പോയി കൊന്നേച്ചിഞ്ഞ് വരാം. ഞങ്ങൾക്ക് വേഷം മാറാനുള്ള പ്രത്യേകിച്ച് മേക്കപ്പ് മാനിന്റെ ഒന്നും ആവശ്യമില്ല, സ്വയമേ വേഷം മാറാൻ കഴിയുമെന്ന് ഞങ്ങൾ പോയി ഇപ്പൊ കൊന്നേച്ച് വരാം എന്നും പറഞ്ഞ് പരിചാരകന്മാരെല്ലാം കൂടെ വേഷം മാറി പലയിടങ്ങളിലായിട്ട് പോയി. അങ്ങനെ ആദ്യമായിട്ട് ഭഗവാനെ തപ്പി അമ്പാടിയിലെത്തിയ ആളാണ് ആര് ചിലപ്പോ നിങ്ങളെയൊക്കെ ഭർത്താക്കന്മാരെ വിളിക്കും, കേക്ക് അല്ലെങ്കിൽ ആരാന്ന? ഉണ്ടോ സത്യസന്ധമായിട്ട് പൂതന. ചിലപ്പോ വിളിക്കൂല, കേക്ക വിളിക്കൂല, പേടിയാ, അതുകൊണ്ടാ, അവർക്ക് BP കാണും. പൂതന. ആ പൂതന എന്താന്ന് വൈകുന്നേരം പറയാം, ലക്ഷണ സഹിതം പറയാം, ഒരെണ്ണവും വരാതിരിക്കരുത്. അന്നേരം ഇവിടെ ഇരുന്ന് കൈ പൊക്കരുത്, സ്വാമി ഞാനും എന്ന് പറയരുത് കേട്ടോ. ലക്ഷണം ഉൾപ്പെടെ പറയും പൂതനയുടെ. പോണ്ട് വന്ന് കേൾക്കണം. അങ്ങനെ ഭഗവാന് ലോകരക്ഷാർത്ഥം ദുഷ്ടനിഗ്രഹത്തിനായിട്ട് ശിഷ്ടപരിപാലനത്തിനായിട്ട് ഭഗവാന് അവതരിച്ചു എന്നാണ് കഥ. അവിടെ നിൽക്കട്ടെ, പോരെ പോരെ, ആരും പറയത്തില്ല, പോരെ.